ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ള കോളിഫ്ലവർ മസാല കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലപോലെ തിളക്കട്ടെ. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവേ. ഈ കോളിഫ്ലവർ ഒരു 1/4 വേവാകുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റണം. കോളിഫ്ലവർ വേകുന്ന സമയം കൊണ്ട് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു പീസ് ബീട്രൂട്ട് കഷ്ണം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നന്നായി അങ്ങ് അരച്ചെടുക്കണേ. ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അരച്ചുകൊണ്ട് വരാം. നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, കോളിഫ്ലവർ ഒന്ന് വെന്തോ നോക്കാം നമുക്ക്. നമ്മുടെ കോളിഫ്ലവർ ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കോളിഫ്ലവർ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ബാക്കി മസാലകളൊക്കെ തയ്യാറാക്കാം. ചീനച്ചട്ടി ചൂടായി. ഈ സമയത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തേ. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ച സവാളയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ചതച്ചത് ഒഴിക്കണേ. 1 സ്പൂൺ ഇഞ്ചിയും സ്പൂൺ വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല. നല്ലപോലെ ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം നല്ലപോലെ മൂക്കട്ടെ. അതിൻ്റെ ആ നമ്മുടെ മസാലകളെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാലക്കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിടാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം കിഴങ്ങാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. കിഴങ്ങ് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കുന്ന കോളിഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കോളിഫ്ലവറിൻ്റെ വേവ് എവിടം വരെ ഒന്ന് തുറന്ന് നോക്കാം. അതുപോലെ ആ ബീട്രൂട്ട് ഇട്ടാലേ കറിക്കൊരു ചെറിയ കളർ കിട്ടും. ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും വരുത്തൊന്നുമില്ല. കറിക്കൊരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവരുണ്ട്, ഇഷ്ടമുള്ളവർ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാവേ. മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് പറയുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമുക്ക് ഉപ്പൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് കറക്റ്റ് പരുവാണ്. ഇപ്പം എല്ലാം നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം.